യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അന്തസ്സിൻ്റെയും വിടുതലിൻ്റെയും വചനങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവത്തിൻ്റെ വിമോചന ശക്തിയും അന്തസ്സിൻ്റെ ഉറപ്പും നമുക്ക് അനുഭവവേദ്യമാകുന്ന ഈ നിമിഷത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും ക്ഷണിക്കുന്നു. തോബിത്ത് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ സാറ തൻ്റെ കഠിനമായ ദുരിതത്തിലും വേദനയിലും ദൈവത്തോട് നടത്തുന്ന തീവ്രമായ പ്രാർത്ഥനയാണ് നാം കേൾക്കുന്നത്. ഈ വാക്യം ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും നമ്മുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിമോചന ശക്തിയും അന്തസ്സിൻ്റെ ഉറപ്പും ഈ വചനത്തിലൂടെ നമുക്ക് അനുഭവിക്കാം. തോബിത്ത് 3-ാം അധ്യായം 15-ാം വാക്യം. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് ദുരിതത്തിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ നമ്മുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നു. അവൻ നമ്മുടെ നിലവിളി കേൾക്കുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അപമാനത്തിൽ നിന്നും അധിക്ഷേപത്തിൽ നിന്നും മോചിക്കുകയും നമുക്ക് അന്തസ്സുള്ള ജീവിതം നൽകുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ നിത്യവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.